ഇസ്മൈലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് പ്രിൻസ് കരീം ആഗാ ഖാന്റെ മൃതദേഹം ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ കബറടക്കി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസ് ഐന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുശോചനം രേഖപ്പെടുത്തി. ആഗാ ഖാൻ തന്റെ ജനങ്ങൾക്ക് ഒരു മികച്ച നേതാവ് എന്നതിലുപരി തന്റെ ഒരു യഥാർത്ഥ സുഹൃത്തു കൂടിയായിരുന്നുവെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. പ്രിൻസ് കരീം ആഗാ ഖാന്റെ നിര്യാണത്തെ തുടർന്ന് ഇസ്മൈലി മുസ്ലിങ്ങളുടെ അടുത്ത ആഗാ ഖാനായി റഹീം അൽ ഹുസൈനെ തെരഞ്ഞെടുത്തു. 50ാമത് ആഗാ ഖാനാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിൻസ് റഹീം. UAEയിൽ ജോലി സാധ്യതകളും ശമ്പളവും വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ക്ഷാമം നേരിടുന്നതായും പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്ത് കഴിഞ്ഞ വർഷം കമ്പനികളുടെ എണ്ണം കൂടിയത് 14.5%. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ 9% വർദ്ധിക്കുകയും ചെയ്തു. ബാങ്കിംഗ്, ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, IT മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുള്ളത്. ബാങ്കിംഗ്, സെയിൽസ് മേഖലകളിൽ ഉന്നതോദ്യോഗങ്ങളിൽ 37,000 മുതൽ 1 ലക്ഷം ദിർഹം വരെയാണ് ശരാശരി ശമ്പളം നൽകുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഉന്നതോദ്യോഗസ്ഥർക്ക് 26,000 മുതൽ 90,000 ദിർഹം വരെയാണ് ശരാശരി ശമ്പളം. IT സ്പെഷ്യലിസ്റ്റുകൾക്ക് 6,000 മുതൽ 3,500 വരെയാണ് ശരാശരി ശമ്പളമെന്നുമാണ് UAE സാലറി ഗൈഡ് 2025 വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും തകർച്ചയിലേക്ക്. ഒരു US ഡോളറിന്റെ ഇന്നത്തെ മൂല്യം 87 രൂപ 51 പൈസയാണ്. ഒരു UAE ദിർഹത്തിന് ഇന്ന് 23 രൂപ 82 പൈസയാണ് മൂല്യം. ഇന്ത്യൻ രൂപയുടെ മൂല്യം വരും ദിവസങ്ങളിലും കുറയുമെന്ന് തന്നെയാണ് ഈ രംഗത്തെ വിശകലന വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഡോളർ കൂടുതൽ കരുത്താർജിച്ചതാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയാൻ ഇടയാക്കിയത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ കുറച്ചതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. UAEയിൽ ഈ വർഷം മുതൽ നടപ്പിലായ ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജിൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള കവറേജും ഉൾപ്പെടുമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം. ഇൻഷുറൻസിൽ ചേരുന്നതിന് മുമ്പുള്ള രോഗങ്ങളും കാത്തിരിപ്പ് കാലയളവില്ലാതെ പാക്കേജിൽ ഉൾപ്പെടുമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. UAEയിൽ ഉടനീളമുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും കുറഞ്ഞ ചികിത്സാ ചെലവിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതാണ് പുതിയ പാക്കേജ്. അതേസമയം പ്രസവം, ദന്തചികിത്സകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി രാത്രികളിൽ ഷാർജ തിളങ്ങും. 14ാമത് ഷാർജ ലൈറ്റ് ഫെസ്റ്റിന് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പാർക്കിൽ തുടക്കമായി. ഉദ്ഘാടന ചടങ്ങിൽ ഷാർജ ഡെപ്യൂട്ടി ഭരണാധികാരി ഇസ് ഐന ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ കാസ്മി പങ്കെടുത്തു. ഷാർജ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ ഇസാം അൽ കാസ്മി, STSA ചെയർമാൻ ഷെയ്ഖ് മാജിദ് ബിൻ സുൽത്താൻ അൽ കാസ്മി, ഷെയ്ഖ് സൗദ് ബിൻ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി, ഷാർജ ഡിജിറ്റൽ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് ഖാലിദ് ബിൻ ഇസാം അൽ കാസ്മി, ഷെയ്ഖ് സൽബിൻ അൽ കാസ്മി എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഷാർജയിലെ പ്രധാനപ്പെട്ട 12 ഇടങ്ങളിലായി നടക്കുന്ന മേള സംഘടിപ്പിക്കുന്നത്. ലൈറ്റ് വില്ലേജിൽ 50ലധികം മൊബൈൽ ഫുഡ് ട്രക്കുകളിലായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രുചിക്കൂട്ടുകളും മിന്നുന്ന ഡ്രോൺ ഷോകളും ആകർഷകമായ ലൈറ്റുകളും കുട്ടികൾക്കായി നിരവധി വിനോദ പരിപാടികളുമാണ് ഷാർജ യൂണിവേഴ്സിറ്റി ഹാളിന് പുറത്തുള്ള ലൈറ്റ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. ഞായർ മുതൽ ബുധൻ വരെ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 വരെയും വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 1 വരെയുമാണ് പ്രദർശനം നടക്കുന്നത്. 14ാമത് ഷാർജ ലൈറ്റ് ഫെസ്റ്റ് ഈ മാസം 16-ന് സമാപിക്കും. ദുബൈയിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷകമായ ദുബായ് ഫൗണ്ടൻ താൽക്കാലികമായി അടയ്ക്കും. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന 5 മാസത്തേക്കാണ് ദുബായ് ഫൗണ്ടൻ അടച്ചിരുന്നതെന്ന് ഇമ്മാർ പ്രോപ്പർട്ടീസ് അറിയിച്ചു. ദുബായ് മാളിനും ബുർജ് ഖലീഫയ്ക്കും അടുത്ത് ഡൗൺ ടൗൺ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് ഫൗണ്ടൻ UAEയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 100 കണക്കിന് കാണികളാണ് ദിവസവും ആകർഷകമായ ഫൗണ്ടൻ കാണാനെത്തുന്നത്. സൗദി അറേബ്യയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലായി. ഇതനുസരിച്ച് സ്കൂട്ടർ ലൈസൻസ് നേടാനുള്ള ചുരുങ്ങിയ പ്രായപരിധി 17 വയസ്സാണ്. ഇരുചക്ര വാഹനങ്ങൾ പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കരുതെന്നും പ്രത്യേകം നിശ്ചയിച്ച ട്രാക്കുകളിലൂടെയും സ്ട്രീറ്റുകളിലൂടെയും മാത്രമേ ഇവർ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുമാണ് പുതിയ നിയന്ത്രണം. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ റിഫ്ലക്ടറുകളുള്ള ഹെൽമറ്റും അനുയോജ്യമായ വസ്ത്രങ്ങളും പാദരക്ഷകളും ധരിക്കണമെന്നും മൊബൈൽ ഫോണും ഇയർഫോണുകളും ഉപയോഗിക്കരുതെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ മരുഭൂമിയിലെ സാഹസിക ബൈക്ക് യാത്ര മലയാളി വ്ളോഗർ ദിൽഷാദിന് പരിക്ക്. ദോഹയിലെ ഇൻലാൻഡ് മരുഭൂമിയിലാണ് അപകടം സംഭവിച്ചത്. പരിക്ക് ഗുരുതരമല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗ്രാമങ്ങളിലൂടെ നടത്തിയ വേറിട്ട യാത്രകളിലൂടെ ശ്രദ്ധേയനായ വ്ളോഗറാണ്
മലപ്പുറം ചേലാമ്പ്ര സ്വദേശിയായ ദിൽഷാദ്. UAE ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ വോളണ്ടിയർമാരായി സേവനമനുഷ്ഠിച്ചവർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് ആദരവ് നൽകി. അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, മുഹമ്മദ് അഷ്റഫ് വെമ്മരത്തിൽ, ഹംസ നടുവണ്ണൂർ, സഫിയ മൊയ്തീൻ, നജ്മ സാജിദ്, ഷാജിദ ഫൈസൽ എന്നിവരാണ് കോൺസുലേറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ സതീഷ് ശിവനിൽ നിന്നും പ്രശംസാപത്രം ഏറ്റുവാങ്ങിയ ദുബായ് KMCC പ്രവർത്തകർ.